നമുക്കിപ്പോൾ ഏത് ഒരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ഏത് ബ്രാൻഡിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെപ്പോഴും വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ക്ലിയർ വിഷൻ ഇതിന്റെ പിന്നിൽ നമ്മൾ തീർച്ചയായിട്ടും എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ? ഈ ഷോർട്ട് പീരീഡിൽ തന്നെ ഞങ്ങളുടെ ലൊക്കേഷൻസ് എല്ലാം ഇപ്പം വളരെ പ്രോമിനന്റ് ലൊക്കേഷൻസിലാണ് നമ്മുടെ പ്രോജക്റ്റുകൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് അപ്കമിങ് പ്രോജക്റ്റുകൾ വരുന്നത് കുമ്പളത്ത് ഞങ്ങളൊരു ബേസ്മെന്റ് ഗ്രൗണ്ട് പ്ലസ് 18 ഫ്ലോർസ് ആയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് 2 ബെഡ് പ്ലസ് സ്റ്റഡി ആൻഡ് 3 ബെഡ്റൂമാണ് വരുന്നത്. അത് നമ്മൾ ആലപ്പി സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കൊച്ചിയെ വെൽക്കം ചെയ്യുന്ന ഞങ്ങളുടെ പ്രോജക്റ്റ് ആയിരിക്കും. ഓൾ അറൌണ്ട് നമുക്ക് വാട്ടർ വ്യൂ കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ലൊക്കേഷൻ വൈസ് ഇതേപോലെ തന്നെ റോഡ് ഫേസിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു 1300 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി 2 ബെഡ് പ്ലസ് സ്റ്റഡിയുടെ ഏരിയ വരുന്നത്. പിന്നെ 3 ബെഡ്റൂം വരുന്നത് 1450 സ്ക്വയർ ഫീറ്റിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മളൊരു സെർവൻറ്റ് ടോയ്ലറ്റും കൂടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മാക്സിമം റെസിഡൻസിനും 2 കാർ പാർക്കിംഗ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും സ്പെക്കും അതിൻ്റെ അകത്തും ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് നമ്മൾ ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു വരുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരു പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തൈക്കൂടം മെട്രോ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ്. അതൊരു അഗെയിൻ ഒരു ഹൈ എൻഡ് പ്രോജക്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് പ്യുവർലി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് തന്നെയാണ്. അത് ബേസ്മെന്റ് ഗ്രൗണ്ട് പ്ലസ് 17 ഫ്ലോർസ് ആയിട്ടാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. അത് ഒരു 2000 എബവ് ഏരിയ ആയിരിക്കും അതിന്റെ ബിൽട്ടപ്പ് ഏരിയ, സൂപ്പർ ബിൽട്ടപ്പ് ഏരിയ വരുന്നത്. 2300 മേളിലൊക്കെ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പൈപ്പ് ലൈനിലുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിനകത്ത് 2 പ്രോജക്റ്റുകൾ വരുന്നത്. ഓവർ ആൻഡ് അബവ് ആയിട്ട് ഞങ്ങൾ സ്മാർട്ട് സിറ്റിക്കകത്ത് ഒരു 1.5 ഏക്കേഴ്സ് എടുത്തിട്ട് ഒരു 2 lakh സ്ക്വയർ ഫീറ്റ് ഒരു IT ബിൽഡിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ പൈപ്പ് ലൈനിലുള്ളതാണ്. നമ്മളൊരു 3-4 മന്ത്സിനകത്ത് ആ പ്രോജക്റ്റും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ കവറേജും കൂടി ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും.